കള്ളക്കേസുകൾ ചമച്ചും കൊടികുത്തിയും സംരംഭം പൂട്ടിച്ച സംഭവത്തിൽ വർഷങ്ങൾക്കിപ്പുറം സ്ഥാപന ഉടമയ്ക്ക് കോടതിയിൽ നീതി. സംഭവ സമയത്ത് കോഴിക്കോട് ഈങ്ങാപ്പുഴ സ്വദേശി ജൂലിയുടെയും ഭർത്താവ് ടോണി ജോസഫിന്റെയും പേരിൽ രാഷ്ട്രീയ സമ്മർദ്ദ ഫലമായി പോലീസ് കെട്ടിച്ചമച്ച കേസാണ് താമരശ്ശേരി ഗ്രാമന്യായാലയം റദ്ദാക്കിയത്. ിലായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. സമീപവാസികളുടെ കൂട്ടുപിടിച്ച് ഈങ്ങാപ്പുഴ കുപ്പായക്കോടുള്ള ടോണി ജോസഫിൻ്റെയും ഭാര്യ ജൂലിയുടെയും ഉടമസ്ഥതയിലുള്ള റബ്ബർ പാൽ സംസ്കരണ കേന്ദ്രത്തിനെതിരെ CPMന്റെ പ്രതികാരം തുടങ്ങി. ആദ്യം പ്രതിഷേധം, പിന്നീട് ഭീഷണി, ഒടുവിൽ പ്രശ്നങ്ങൾ തീർപ്പാക്കാൻ ലക്ഷങ്ങളുടെ ഒത്തുതീർപ്പ് ഫോർമുല. ഒന്നും നടക്കാതെ വന്നതോടെ അവസാന ആയുധമായ കൊടികുത്തൽ. ഇവിടെ തകർന്നത് ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്നു. മുൻപോട്ട് പോകാൻ വഴിയില്ല, ഉള്ളതെല്ലാം നഷ്ടമായി. ഒടുവിൽ കയ്യിലൊന്നുമില്ലാതെ നാടുവിടേണ്ടി വന്നു ടോണിക്കും ഭാര്യയ്ക്കും. ഒരു സംരംഭം തുടങ്ങിയതിൻ്റെ പേരിൽ മാത്രം ഞാനും എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, അതുപോലെ തന്നെ എൻ്റെ ബന്ധുക്കളൊക്കെ അനുഭവിച്ച പീഡനങ്ങൾക്കും യാതനകൾക്കും ഒരു കണക്കുമില്ല. സർക്കാർ ഉദ്യോഗസ്ഥരെ, സർക്കാർ സംവിധാനങ്ങളെ മുഴുവൻ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളെ കള്ളക്കേസുകളിൽ കൊടുക്കി തുടർച്ചയായിട്ട് ആക്രമണം നടത്തി. ഞങ്ങളുടെ സ്ഥാപനം പരിപൂർണമായിട്ട് പ്രവർത്തനം നിർത്തുന്നതോളം വരെ തുടർച്ചയായിട്ട് ആഴ്ചയിൽ 1-2 പ്രാവശ്യം കയറി ഒരു 10-100 പേരോളം CPM പ്രവർത്തകർ കയറി ആക്രമണങ്ങൾ നടത്തി. കോടികളുടെ ബാധ്യതയിലാണ് ഇന്ന് ഈ കുടുംബം. മറികടക്കാൻ മറ്റൊരു വഴിയുമില്ല. ഇപ്പോഴാണ് ആശ്വാസമായി താമരശ്ശേരി ഗ്രാമന്യായാലയത്തിൽ നിന്നും അനുകൂലമായ വിധിയുണ്ടായത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്ത കേസ് റദ്ദാക്കി. ഇവർ നിരപരാധിയെന്ന് കണ്ടെത്തി. അപ്പോൾ ഇവരിലൂടെ ഞങ്ങൾക്ക് വന്ന നഷ്ടം, ഈ സർക്കാർ ഉദ്യോഗസ്ഥർ, കോടഞ്ചേരി സബ് രജിസ്ട്രാർ, അതുപോലെ തന്നെ താമരശ്ശേരി താലൂക്കിലെ ജീവനക്കാർ, ഈങ്ങാപ്പുഴ വില്ലേജിലെ ഉദ്യോഗസ്ഥർ, താമരശ്ശേരി പോലീസ്, അതും അവരോടൊത്ത് ഒത്തിരി ആൾക്കാർ ഇതൊക്കെ കൃത്യമായിട്ട് അന്വേഷണം നടത്തി ഇനി ഒരു ആൾക്കും, ഒരു സംരംഭകർക്കും ഇങ്ങനെ ഒരു സാഹചര്യം വരാത്ത രീതിയിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കണം. അതുപോലെ തന്നെ ഞങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ, നഷ്ടങ്ങൾ, ഇവരിൽ നിന്ന് നഷ്ടം ഈടാക്കി ഞങ്ങളുടെ നഷ്ടം നികത്തി. എന്തുകൊണ്ടാണ് കേരളത്തിലെ വ്യവസായ സംരംഭങ്ങൾ ഇങ്ങനെ തകരുന്നതെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം. ജനം, കോഴിക്കോട്.